ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിലിന്റെ 31ാമത് യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ, തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്, കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി, തെലങ്കാന ഉപമുഖ്യമന്ത്രി, പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ എന്നിവരും സന്നിഹിതരാണ്. അന്തർ സംസ്ഥാന സഹകരണം, സാമ്പത്തിക വളർച്ച, വ്യാവസായിക നിക്ഷേപം, ജലവിഭവ പങ്കിടൽ, അതിർത്തി തർക്കങ്ങൾ തുടങ്ങിയവ സമ്മേളനത്തിൽ ചർച്ചയാകും. 4ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം ഇന്ന് സിംഗപ്പൂരിൽ. കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. വികസ്വര രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് നിലവിലെ ആഗോള സാഹചര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന രീതിയിൽ സമിതി മാറേണ്ടതുണ്ടെന്ന് ഇന്ത്യ ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ സൌത്ത് മേഖലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉറപ്പാക്കണമെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ ചാർജ് ഡി അഫയേഴ്സ് യോജന പട്ടേൽ വ്യക്തമാക്കി. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. മറ്റന്നാൾ പുന്നമട കായലിൽ ഓളപ്പരപ്പുകളിൽ ജലരാജാക്കന്മാരുടെ ആവേശ പോരാട്ടം വീക്ഷിക്കാൻ ജലോത്സവ പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. 72ാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തിൽ 71 ജലരാജാക്കന്മാരാണ് മാറ്റൊരുക്കുന്നത്. ഇതിൽ 22 ചുണ്ടന്മാരാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും വള്ളങ്ങളുടെ തുടർച്ചൽ പരിശീലനം പുരോഗമിക്കുന്നു. കരക്കാരും ക്ലബ്ബുകളും വലിയ ആവേശത്തിലാണ്. വള്ളംകളിയുടെ മുന്നോടിയായുള്ള പരിപാടികൾ പുരോഗമിക്കുകയാണ്. വർണ്ണശബളമായ ഘോഷയാത്ര ആലപ്പുഴ നഗരത്തിൽ നടന്നു. വള്ളംകളി ആവേശവും കുട്ടനാടിന്റെ പച്ചപ്പും നിറഞ്ഞ ഫോട്ടോ പ്രദർശനം, തുഴത്താളം ശ്രദ്ധേയമാണ്. വഞ്ചിപ്പാട്ട് മത്സരത്തിനും ആവേശ കടലിരമ്പി. വിദേശികളടക്കമുള്ള വള്ളംകളി പ്രേമികൾ ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞു. തിരുവോണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. സംസ്ഥാനത്ത് ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ നാളെ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100ഓളം സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതനുസരിച്ച് അധിക സർവീസുകൾ നടത്തുമെന്ന് കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഈ മാസം 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ് 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ അധിക സർവീസ് നടത്തും. ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. എറണാകുളം കലൂർ സ്റ്റേഡിയം ഹെലിപാഡ് ഗ്രൌണ്ടിലെ ഓണം മെഗാ ട്രേഡ് ഫെയറിലേക്ക് സൌജന്യ യാത്ര ഒരുക്കി സപ്ലൈകോ. ഇതിനായി സജ്ജീകരിച്ചിരിക്കുന്ന 2 KSRTC ലോ ഫ്ലോർ AC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് ഇന്നുച്ചയ്ക്ക് വൈറ്റില ഹബ്ബിൽ മന്ത്രി അനൂപ് ജേക്കബ് നിർവഹിക്കും. ഈ മാസം 25 വരെയാണ് സർവീസുകൾ. ഓണക്കാലത്ത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ഈ മാസം 30 വരെ RPFുമായി ചേർന്ന് റെയിൽവേ പോലീസ് സംയുക്ത പരിശോധന നടത്തും. പരാതികൾ റെയിൽ മദത് പോർട്ടൽ നമ്പരായ 139 9846200100 9846200150 എന്നിവയിലോ അറിയിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം സദ്ഭാവനാ ദിനം ആചരിക്കുന്നു.
ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തിനായുള്ള രാജീവ് ഗാന്ധിയുടെ സേവനങ്ങളെയും പൊതുജീവിതത്തിലെ സംഭാവനകളെയും അനുസ്മരിക്കുന്നതായി ഉപരാഷ്ട്രപതി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ദേവസ്വം മന്ത്രി K. മുരളീധരൻ. മുഖ്യമന്ത്രി നേരിട്ട് പമ്പയിൽ യോഗം വിളിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തീർത്ഥാടക സൌഹൃദ ആശയവിനിമയ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ശബരിമലയിൽ നിന്ന് ഭക്തർക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ സന്ദേശ് മാസിക മന്ത്രി പുറത്തിറക്കി. കൊല്ലത്തെ വിവിധ കേന്ദ്ര പദ്ധതികളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇന്ന് നേരിട്ട് വിലയിരുത്തും. അഷ്ടമുടി ജൈവ വൈവിധ്യ മേഖലയുമായി ബന്ധപ്പെട്ട നിർമ്മാണ മേഖലകൾ അദ്ദേഹം സന്ദർശിക്കും. ശിവഗിരി സർക്യൂട്ട് സംബന്ധിച്ച അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന കേന്ദ്ര സഹമന്ത്രി ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രസാദ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിലും പങ്കെടുക്കും. മുഴുവൻ ഭിന്നശേഷിക്കാർക്കും UDID കാർഡ് വിതരണം ചെയ്യുന്നതിനുള്ള പ്രത്യേക കർമ്മ പദ്ധതിക്ക് പാലക്കാട് ജില്ലയിൽ തുടക്കമായി. പ്രവർത്തന ഏകോപനം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ വിലയിരുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും 3 മാസത്തിനകം UDID കാർഡുകൾ ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലവിൽ തീർപ്പാക്കാനുള്ള 2455 അപേക്ഷകളിൽ അടിയന്തര നടപടി സ്വീകരിക്കും. പ്രതിവാര മെഡിക്കൽ ബോർഡുകളും പ്രത്യേക പരിശോധനാ ക്യാമ്പുകളും ജനകീയ രജിസ്ട്രേഷൻ ഡ്രൈവുകളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കിടപ്പ് രോഗികളായ ഭിന്നശേഷിക്കാർക്ക് മൊബൈൽ യൂണിറ്റുകൾ വീട്ടിലെത്തിച്ച് എൻറോൾമെന്റ് പൂർത്തിയാക്കാനുള്ള സാധ്യത പരിശോധിക്കുന്നുണ്ടെന്നും ജില്ലാ കളക്ടർ K. സുധീർ യോഗത്തിൽ അറിയിച്ചു. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. വൈകിട്ട് 6:30 മത്സരം. വിജയമോ സമനിലയോ നേടിയാൽ ഇന്ത്യയ്ക്ക് പൂളിൽ ഒന്നാമതെത്തി അടുത്ത റൌണ്ടിലേക്ക് നേരിട്ട് യോഗ്യത നേടാം. മൂന്നാറും കോവളവും കുമരകവും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഇനി തിരുവനന്തപുരം വട്ടപ്പാറയിൽ നിന്നും പറക്കാം. വട്ടപ്പാറ സ്വദേശി KN ഗോപകുമാരൻ നായർ സജ്ജമാക്കിയ 7.5 ഏക്കറിലെ ഹെലിപാഡും VIP ലോഞ്ചും മന്ത്രി PC വിഷ്ണുനാഥ് നാളെ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. തിരുവനന്തപുരം വട്ടപ്പാറ അമ്പലം നഗറിലാണ് ഹെലിപാഡും VIP ലോഞ്ചും ഗോപകുമാരൻ നായർ ഒരുക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കോവളം, കുമരകം, മൂന്നാർ എന്നിവിടങ്ങളിലേക്ക് സർവീസ് നടത്താനാണ് ആലോചന. ഈ മാസം 22 മുതൽ 10 ദിവസത്തേക്ക് 7 മിനിറ്റ് വരെ പറക്കാൻ പ്രത്യേക ഇളവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. എയർഫോഴ്സിൽ ഫൈറ്റർ പൈലറ്റായി തുടങ്ങിയ ഗോപകുമാരൻ നായർ പിന്നീട് ഹെലികോപ്റ്ററുകളുടെ വിഭാഗത്തിലേക്ക് മാറി. 1998 സ്വയം വിരമിച്ച അദ്ദേഹം 2006 ഹെലികോപ്റ്റർ കമ്പനി തുടങ്ങി. 2009 തുമ്പ ഏവിയേഷൻ സ്ഥാപിച്ചു. ഉയർന്ന തിരമാലകൾക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുള്ളതിനാൽ കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ഇന്ന് വൈകിട്ട് വരെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിലും മുന്നറിയിപ്പ് നൽകി. ബീച്ചുകളിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോൺ മത്യാസിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുന്നു. അതേസമയം കേരള തീരത്ത് ചുവപ്പ് ജാഗ്രതയുള്ള സാഹചര്യത്തിൽ മുതലപ്പുഴയിൽ കാണാതായ ഷിജിന് വേണ്ടിയുള്ള തെരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചു. കാലാവസ്ഥ അനുകൂലമായാൽ ഉടൻ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 525 പോയിന്റ് ഉയർന്ന് 77,434-ലും നിഫ്റ്റി 132 പോയിന്റ് നേട്ടത്തിൽ 24,210-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 3,160 രൂപ വർദ്ധിച്ച് 1,16,800 രൂപയും ഗ്രാമിന് 14,600 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ മട്ടന്നൂർ മാലൂരിൽ പുലി കെണിയിൽ കുടുങ്ങി. KPR നഗർ സ്വദേശിയായ രാമകൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള പറമ്പിൽ പന്നിക്കു വെച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണ മേഖലാ കൌൺസിൽ യോഗം ചെന്നൈയിൽ പുരോഗമിക്കുന്നു. ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയുടെ ഘടനയിൽ അടിയന്തര പരിഷ്കാരങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ത്യ. നെഹ്റു ട്രോഫി വള്ളംകളിക്കുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. ശനിയാഴ്ചത്തെ ആവേശ പോരാട്ടത്തിൽ പങ്കെടുക്കുന്നത് 71 ജലരാജാക്കന്മാർ. സംസ്ഥാനത്ത് ഓണാഘോഷങ്ങൾ സജീവമായി. വിനോദസഞ്ചാര വകുപ്പിന്റെ ഓണം ട്രേഡ് ഫെയർ നാളെ മുതൽ തിരുവനന്തപുരം കനകക്കുന്നിൽ. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ്, മാഹി, കർണാടകം തീരങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.